ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് സ്മൈൽ PSC. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വിളയിക്കാം നൂറുമേനി എന്നുള്ളതാണ്. പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ എന്നിവ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ലക്ഷ്യങ്ങൾ? വേഗം ഫലമുണ്ടാകണം, നല്ല വിളവ് ലഭിക്കണം, ഫലത്തിന് നല്ല ഗുണനിലവാരം ഉണ്ടായിരിക്കണം. സസ്യത്തിൽ നിന്ന് നല്ല വിളവ് ലഭിക്കാൻ പ്രധാനമായും പരിഗണിക്കേണ്ട ഘടകങ്ങൾ ഏതെല്ലാം? നല്ല വിത്തുകൾ, നല്ല നടീൽ വസ്തുക്കൾ എന്നിവ തിരഞ്ഞെടുക്കണം. വളക്കൂറുള്ള മണ്ണ്, അനുയോജ്യമായ കാലാവസ്ഥ, നല്ല രീതിയിലുള്ള പരിചരണം, ഗുണമേന്മയുള്ള വിത്തുകളും നടീൽ വസ്തുക്കളും, കീടനിയന്ത്രണം, വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവ ഗുണമേന്മയുള്ളതായിരിക്കണം. ചെടിയിൽ നിന്ന് ഫലമുണ്ടാകുന്നു, ഫലത്തിൽ നിന്ന് വിത്തുണ്ടാകുന്നു. ഇതൊരു സർക്കുലർ പ്രോസസ്സിൽ നടന്നുകൊണ്ടേ ഇരിക്കും. മികച്ച വിത്ത് തിരഞ്ഞെടുക്കാൻ പരിഗണിക്കേണ്ട ഘടകങ്ങൾ എന്തെല്ലാം? കൂടുതൽ കായ്ഫലവും ആരോഗ്യമുള്ള ചെടിയിൽ നിന്നുമാണ് വിത്ത് എടുക്കേണ്ടത്. ഒരു ചെടിയുടെ മധ്യകാലത്തുണ്ടാകുന്ന മൂപ്പെത്തിയ ഫലങ്ങളിൽ നിന്നാണ് വിത്ത് എടുക്കേണ്ടത്. തിരഞ്ഞെടുക്കുന്ന വിത്ത് സ്വാഭാവിക ആകൃതിയും ഭാരവും വലിപ്പവും ഉള്ളതായിരിക്കണം. വിത്തിന്റെ പുറന്തോടിൽ കേടുണ്ടാവാൻ പാടില്ല. നല്ല വിളവ് ലഭിക്കാൻ ഗുണമേന്മയുള്ള വിത്ത് തിരഞ്ഞെടുക്കണം. വിത്തിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വിത്തെടുക്കുന്ന ഫലം, ചെടി എന്നിവയും ഗുണമേന്മയുള്ളതായിരിക്കണം. വിത്തിൽ നിന്ന് മാത്രമല്ല പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നത്. കറിവേപ്പ്, ഇഞ്ചി, ഇലമുളച്ചി, കുരുമുളക് എന്നിവ എങ്ങനെയാണ് പുതിയ സസ്യങ്ങളെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറിവേപ്പിന്റെ വേരിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. ഇഞ്ചിയുടെ ഭൂകാണ്ഡത്തിൽ നിന്നാണ് പുതിയ സസ്യം ഉണ്ടാവുന്നത്. ഇലമുളച്ചിയുടെ ഇലയിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. കുരുമുളകിന്റെ കാണ്ഡത്തിൽ നിന്നാണ് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത്. വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നീ ഭാഗങ്ങളിൽ നിന്നും പുതിയ സസ്യങ്ങൾ ഉണ്ടാകുന്നു. വിത്ത് മുളപ്പിച്ച് മാത്രമല്ല ഈ ഭാഗങ്ങൾ ഉപയോഗിച്ചും തൈച്ചെടികൾ ഉണ്ടാക്കാറുണ്ട്. അതിനാൽ ഇവയും നടീൽ വസ്തുക്കളാണ്. അപ്പൊ എന്താണ്? വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം മുതലായവയും നടീൽ വസ്തുക്കളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് കായിക പ്രജനനവും ലൈംഗിക പ്രത്യുൽപാദനവും നോക്കാം. ഒരു സസ്യത്തിന്റെ കായിക ഭാഗങ്ങളായ വേര്, തണ്ട്, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്ന പ്രക്രിയയാണ് കായിക പ്രജനനം. കായിക പ്രജനനം അലൈംഗിക പ്രത്യുൽപാദനമാണ്. വിത്തുകൾ ഉണ്ടാകുന്നത് ലൈംഗിക പ്രത്യുൽപാദനത്തിലൂടെയാണ്. വിത്ത് മുളച്ചും തൈകൾ ഉണ്ടാകാറുണ്ട്. കായിക പ്രജനനം വഴിയും ലൈംഗിക പ്രത്യുൽപാദനം വഴിയും ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ കണ്ടെത്തുക. ഓക്കെ, കായിക പ്രജനനം വേര്, കാണ്ഡം, ഇല, ഭൂകാണ്ഡം എന്നിവയിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്നതിനാണ് അല്ലേ. അപ്പം വേരിൽ നിന്ന് പുതിയ ചെടികൾ ഉണ്ടാകുന്ന സസ്യങ്ങളാണ് ശീമപ്ലാവ്, കറിവേപ്പ്, ചന്ദനം, ആഞ്ഞിലി മുതലായവ. ഇനി കായിക പ്രജനനത്തിൽ കാണ്ഡത്തിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത് മുരിങ്ങ, കുരുമുളക്, ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ്, കരിമ്പ് മുതലായവ. ഇനി കായിക പ്രജനനത്തിൽ ഇലയിൽ നിന്ന് പുതിയ സസ്യങ്ങൾ ഉണ്ടാവുന്നത് ഇലമുളച്ചി, നിശാഗന്ധി, നിലപ്പന, ബിഗോണിയ മുതലായവ. ഇനി ഭൂകാണ്ഡത്തിൽ എക്സാമ്പിളായിട്ട് വരുന്നത് കാച്ചില്, ഇഞ്ചി, ചേമ്പ്, മഞ്ഞൾ, ചേന മുതലായവ. ഇനി ലൈംഗിക പ്രത്യുൽപാദനത്തിൽ വരുന്നത് മുരിങ്ങ, വെണ്ട, ചീര ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇവൻ മാവ് പോലും നമുക്ക് ലൈംഗിക പ്രത്യുൽപാദനത്തിൽ പറയാവുന്നതാണ്. ഓക്കെ, മുരിങ്ങയിൽ വിത്ത് മുളച്ചും കമ്പ് മുറിച്ചു നട്ടും പുതിയ തൈച്ചെടികൾ ഉണ്ടാകുന്നുണ്ടല്ലോ. ഇതുപോലെ ലൈംഗിക പ്രത്യുൽപാദനം വഴിയും കായിക പ്രജനനം വഴിയും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തുമോ? ശീമക്കൊന്ന, മുരിങ്ങ, കറിവേപ്പ് ഇതൊക്കെയും രണ്ട് രീതിയിലും പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സസ്യങ്ങളാണ്. കൃഷി ചെയ്യുമ്പോൾ നല്ല വിത്ത് തിരഞ്ഞെടുക്കുന്നത് പോലെ പ്രധാനമാണ് നല്ല നടീൽ വസ്തുക്കളുടെ തിരഞ്ഞെടുപ്പ്. ഗുണമേന്മയുള്ള സസ്യങ്ങളിൽ നിന്ന് നടീൽ വസ്തുക്കൾ തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. ഫലങ്ങളും വിത്തുകളും ഉണ്ടാകുന്നത് പരാഗണം വഴിയാണ്. ഇങ്ങനെ ഉണ്ടാകുന്ന സസ്യങ്ങൾക്ക് മാതൃസസ്യത്തിന്റെ ഗുണങ്ങൾ മാത്രമല്ല ലഭിക്കുന്നത്. ഒരു ചെടിയുടെ കമ്പ് മുളപ്പിച്ച് പുതിയ ചെടി ഉണ്ടാക്കുകയാണെങ്കിൽ അതിന് മാതൃസസ്യത്തിന്റെ അതേ ഗുണങ്ങൾ തന്നെ ഉണ്ടാകും. ചെമ്പരത്തി, മരച്ചീനി, മധുരക്കിഴങ്ങ് തുടങ്ങിയവയുടെ കാണ്ഡം എളുപ്പത്തിൽ മുളയ്ക്കുമല്ലോ. എന്നാൽ പേരയുടെ കമ്പ് നട്ടാൽ മുളയ്ക്കാൻ പ്രയാസമാണ്. കമ്പിൽ വേര് മുളപ്പിക്കാൻ കഴിഞ്ഞാലോ? അങ്ങനെ ചെയ്താൽ പേരമരം വളർന്ന് വേഗം കായ്ക്കില്ലേ? നമുക്ക് ചെയ്തു നോക്കാം. എന്നിട്ട് നമ്മൾ എന്താണ് പതിവയ്ക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. പേര, സപ്പോട്ട, ചാമ്പ, ബദാം, അത്തി തുടങ്ങിയ സസ്യങ്ങളിൽ മാതൃസസ്യത്തിന്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാം. പേരയിൽ പതിവയ്ക്കുന്നതിൻ്റെ ഘട്ടങ്ങൾ നോക്കാം.
ഘട്ടം 1. മാതൃസസ്യത്തിൽ നിന്ന് പെൻസിൽ വണ്ണമുള്ള ഒരു കമ്പ് തിരഞ്ഞെടുക്കുക. പ്രധാന തടിയിൽ നിന്നുള്ളതാണ് കൂടുതൽ നല്ലത്. ഈ കമ്പിൽ 2 പർവ്വങ്ങൾക്ക് ഇടയിലുള്ള തൊലി 2-3 സെന്റിമീറ്റർ നീളത്തിൽ വൃത്താകൃതിയിൽ ചെത്തിമാറ്റുക. ഘട്ടം 2. ചകിരിച്ചോറ്, മണ്ണ്, ചാണകപ്പൊടി എന്നിവ ചേർത്ത മിശ്രിതം ചെറിയ നനവോടെ ഈ ഭാഗത്ത് വെച്ച ശേഷം ഒരു പോളിത്തീൻ കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു കെട്ടുക. ആവശ്യമെങ്കിൽ ഇടയ്ക്ക് നനയ്ക്കണം. ഘട്ടം 3. 2 മാസത്തിനകം പതിവെച്ച ഭാഗത്ത് ധാരാളം വേരുകൾ ഉണ്ടാകും. വേര് മുളച്ച കമ്പ് പതിവെച്ചതിന് താഴെ മുറിച്ചെടുത്ത് ചെടിച്ചട്ടിയിലോ ഗ്രോ ബാഗിലോ നടാവുന്നതാണ്. വളർന്നു തുടങ്ങിയാൽ മണ്ണിലേക്ക് മാറ്റി നടാം. ഇനി എന്താണ് പതിവെക്കലെന്ന് നോക്കാം. മാതൃസസ്യത്തിൻ്റെ കമ്പുകളിൽ വേര് മുളപ്പിച്ച ശേഷം ആ ഭാഗം മുറിച്ചു നട്ട് പുതിയ തൈകൾ ഉണ്ടാക്കുന്ന രീതിയാണ് പതിവയ്ക്കൽ. ഇനി എന്താണ് നാഗപതിവയ്ക്കൽ അഥവാ സർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് നോക്കാം. കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ശാഖകൾ മണ്ണിനടിയിലേക്ക് വളച്ചു വെച്ച് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും പതിവയ്ക്കാം. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം തൈകൾ ഒരു ശാഖയിൽ നിന്ന് ലഭിക്കും. ഇനി വിവിധ രീതിയിൽ പതിവയ്ക്കുന്ന സസ്യങ്ങൾ. വായുവിൽ പതിവയ്ക്കുന്ന സസ്യങ്ങളാണ് പേര, കശുമാവ്, സപ്പോട്ട, റോസ്, ചാമ്പ, അത്തി, ബദാം മുതലായവ. നാഗ പതിവയ്ക്കൽ ചെയ്യുന്ന സസ്യങ്ങളാണ് ബോഗൻവില, മുല്ല, പിച്ചി, കുരുമുളക്, മുന്തിരി, ജമന്തി, വെറ്റില മുതലായവ. പതിവെച്ചുണ്ടാകുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ ശ്രദ്ധിക്കൂ. മാതൃസസ്യത്തിൻ്റെ ഗുണങ്ങളുണ്ടാകും. ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും കുറവായിരിക്കും. വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. തായ് വേര് വെള്ളം ഉണ്ടായിരിക്കില്ല. കൂടുതൽ പരിചരണം ആവശ്യമാണ്. ഇനി എന്താണ് അധിക വായനയ്ക്ക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് നോക്കാം. വേര് മുളപ്പിക്കൽ ഇങ്ങനെയും. തണ്ട് ഉപയോഗിച്ചുള്ള കായിക പ്രജനന രീതിയുടെ വിജയസാധ്യത പരമാവധി കൂട്ടാൻ ആക്സിൻ പോലുള്ള സസ്യ ഹോർമോണുകൾ അടങ്ങിയ ലായനിയിൽ വേര് മുളയ്ക്കേണ്ട കാണ്ഡഭാഗം മുക്കിവെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. ഇനി എന്താണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് നോക്കാം. മാവിൻ്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കാൻ പ്രയാസമാണ്. വിത്ത് നട്ടാലോ മാങ്ങ ഉണ്ടാവാൻ കുറേ വർഷങ്ങൾ കഴിയും. അതിന് ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നുമില്ല. അപ്പോൾ ഈ മാവിൻ്റെ എല്ലാ ഗുണങ്ങളോടും കൂടി തൈ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഇവിടെ 2 നാടൻ മാവിൻ്റെയും നീലം മാവിൻ്റെയും ഡിഫറൻസ് കൊടുത്തിട്ടുണ്ട്. എന്താണ് നാടൻ മാവിനെ പറ്റി പറഞ്ഞിട്ടുള്ളത് നോക്കാം. താരതമ്യേന ചെറിയ മാങ്ങ, പുളിയുള്ളതോ മധുരമുള്ളതോ ആയ മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരും. പ്രത്യേക പരിചരണം ആവശ്യമില്ല. എന്നാൽ നീലം മാവിനെ സംബന്ധിച്ചിടത്തോളം വലിയ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങ നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. നല്ല പരിചരണം വേണം. ഇനി എങ്ങനെയാണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് നടത്തുന്നതെന്ന് നോക്കാം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിൻ്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു. അപ്പം വേരോട് കൂടിയ ചെടീനെയാണ് നമ്മൾ കമ്പൊട്ടിക്കാൻ എടുക്കുന്ന വേരോട് കൂടിയ ചെടിയെയാണ് നമ്മൾ റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നത്. ഇനി നല്ല കായ്ഫലമുള്ള നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിൻ്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ സയൺ എന്ന് പറയുന്നു. സ്റ്റോക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന കമ്പിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സയൺ അഥവാ ഒട്ടുകമ്പെന്ന് വിളിക്കുന്നത്. പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണ് സയൺ ആയി തിരഞ്ഞെടുക്കേണ്ടത്. കമ്പൊട്ടിക്കാനായി റൂട്ട് സ്റ്റോക്കിൻ്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ മുകളിൽ വെച്ച് മുറിച്ചു മാറ്റണം. റൂട്ട് സ്റ്റോക്കിൻ്റെ ഈ ഭാഗത്ത് നടുവിൽ കത്തി ഉപയോഗിച്ച് 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. സയണിൻ്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ചരിച്ച് എത്തണം. കണ്ടോ ഇവിടെ ഇപ്പുറം ഭാഗത്ത് നമ്മുടെ സ്ക്രീനിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ വിടവിലേക്ക് സയൺ തിരികെ വെച്ച് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് ചുറ്റിക്കെട്ടണം. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാം. ഇനി എന്താണ് കമ്പൊട്ടിക്കൽ അഥവാ ഗ്രാഫ്റ്റിംഗ് എന്ന് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് കമ്പൊട്ടിക്കൽ. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നും കമ്പിനെ സയൺ എന്നും പറയുന്നു. മൂവാണ്ടൻ മാവിൻ്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടൻ മാവിൻ്റെ തന്നെ സയൺ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്താണ് നേട്ടം? ഇവിടെ സയണായി എടുക്കുന്ന മാവിൻ കൊമ്പിന് മാതൃസസ്യത്തിൻ്റെ പ്രായം ഉള്ളതിനാൽ വേഗം ഫലം തരാൻ സഹായിക്കും. ഇനി എന്താണ് മുകുളമൊട്ടിക്കൽ എന്ന് നോക്കാം. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിൻ്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോടുകൂടി മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണ് മുകുളം ഒട്ടിക്കൽ. ഇനി മുകുളം ഒട്ടിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ പരിചയപ്പെടാം.
ഘട്ടം 1. നല്ല ഇനം പ്ലാവിൻ്റെ ശിഖരത്തിൽ നിന്ന് മുകുളം തൊലിയോടുകൂടി ചെത്തിയെടുക്കുക. ഇതാണ് സയൻ. ഘട്ടം 2. ചട്ടിയിലോ ഗ്രോബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് അഥവാ റൂട്ട് സ്റ്റോക്കിൽ നിന്ന് മുകുളം ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറംതൊലി ചെത്തിമാറ്റുക. ഇനി ഘട്ടം 3. റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് മുകുളം പുറത്തു കാണുന്ന വിധം പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞു കെട്ടുക. ഘട്ടം 4. മുകുളം നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ചു മാറ്റുക. മുകുളം വളർന്നതിന് ശേഷം ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടാം. മുകുളം ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയില്ലേ? ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ മുകുളങ്ങൾ ഒട്ടിച്ചേർത്ത് ജൈവ വൈവിധ്യോദ്യാനത്തിൽ നട്ടു വളർത്തു. ഇനി എന്താണ് വർഗ സങ്കരണം എന്ന് നോക്കാം. പരാഗണം വഴിയാണല്ലോ വിത്തുണ്ടാകുന്നത്. വിവിധ പരാഗണ രീതികൾ നിങ്ങൾക്കറിയാമല്ലോ. മത്തൻ ചെടിയിലെ പരാഗണം ചിത്രീകരിക്കുന്നത് ശ്രദ്ധിക്കൂ. സ്വപരാഗണവും പരപരാഗണവും കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്താണ് സ്വപരാഗണം, അതുപോലെ എന്താണ് പരപരാഗണം എന്ന് നോക്കാം. സ്വപരാഗണം: ഒരു പൂവിൻ്റെ കേസരപുടത്തിൽ നിന്ന് പരാഗരേണുക്കൾ അതേ പൂവിൻ്റെയോ അതേ ചെടിയിലെ മറ്റൊരു പൂവിൻ്റെയോ പരാഗണ സ്ഥാനത്ത് പതിക്കുന്ന പ്രക്രിയയാണ് സ്വപരാഗണം. എന്നാൽ എന്താണ് പരപരാഗണം? ഒരു പൂവിൻ്റെ കേസരപുടത്തിൽ നിന്ന് പരാഗരേണുക്കൾ മറ്റൊരു ചെടിയിലെ പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിക്കുന്ന പ്രക്രിയയാണ് പരപരാഗണം. ഓക്കെ, നമുക്ക് കണ്ടോ. അതായത് സ്വപരാഗണത്തിൽ എന്താണ്? ഒരേ ചെടിയിലേതാണ്, ഒരേ ചെടിയിലെ 2 പൂവാവാം അല്ലെങ്കിൽ സെയിം പൂവാവാം. ഓക്കെ, പരപരാഗണം എന്ന് വെച്ചാൽ എന്താ? ഡിഫറെൻറ്റ് ചെടിയിലെ 2 പൂവുകളാവാം. ഓക്കെ, അതാണ് സ്വപരാഗണവും പരപരാഗണവും. ഓക്കെ, അപ്പോൾ ഈ പരപരാഗണം നമ്മുടെ ഈ പ്രാണികളൊക്കെ നടത്തുന്ന പോളിനേഷൻ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പരപരാഗണം എന്ന് പറയുന്നത്. ഇനി എന്താണ് കൃത്രിമ പരാഗണം അഥവാ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് നോക്കാം. ഓക്കെ, സ്വപരാഗണം തടയുന്നതിന് കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിലെ കേസരങ്ങൾ മുറിച്ചു മാറ്റുന്നു. ഈ പൂവിൽ മറ്റു പൂക്കളിൽ നിന്ന് പരാഗരേണുക്കൾ എത്താതിരിക്കാൻ പൂവ് പൊതിഞ്ഞു കെട്ടുന്നു. ഇതേ ഇനത്തിൽപ്പെട്ട വ്യത്യസ്ത ഗുണങ്ങളുള്ള ചെടിയിലെ പൂവിൽ നിന്ന് പരാഗരേണുക്കൾ ബ്രഷിൽ ശേഖരിക്കുന്നു. ശേഖരിച്ച പരാഗരേണുക്കൾ കൃത്രിമ പരാഗണം നടത്തേണ്ട പൂവിൻ്റെ പരാഗണ സ്ഥലത്ത് പതിപ്പിക്കുന്നു. മറ്റു പൂക്കളിൽ നിന്ന് പരാഗണം തടയുന്നതിനായി ഈ പൂവ് വീണ്ടും പൊതിഞ്ഞ് കെട്ടുന്നു. ഇതാണ് കൃത്രിമ പരാഗണം എന്ന് പറയുന്നത്. ഇനി എന്താണ് വർഗസങ്കരണം എന്ന് കൊടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഹൈബ്രിഡൈസേഷൻ. ഒരേ വർഗത്തിൽപ്പെട്ടതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ 2 ചെടികൾ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി 2ൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് വർഗസങ്കരണം. ഇങ്ങനെ ഉണ്ടാകുന്ന വിത്തുകളിൽ നിന്ന് ഗുണമേന്മയുള്ള വിത്തുകൾ തിരഞ്ഞെടുക്കുന്നു. ഇവയാണ് സങ്കരയിനം വിത്തുകൾ. ഇനി നമുക്കവിടെ ചില സങ്കരയിനം വിത്തുകൾ കൊടുത്തിട്ടുണ്ട്. മുളകിൻ്റെ സങ്കരയിനമാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, കൂടാതെ ജ്വാല, അനുഗ്രഹ, സമൃദ്ധി, തേജസ്. ഇതൊക്കെ മുളകിൻ്റെ സങ്കരയിനം വിത്തുകളാണ്. ഒന്നുകൂടി പറയാം. മുളകിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ഉജ്ജ്വല, ജ്വാലാമുഖി, ജ്വാല, അനുഗ്രഹ, സമൃദ്ധി, തേജസ്. പയറിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ജ്യോതിക, ഭാഗ്യലക്ഷ്മി. 2 സിനിമാ നടന്മാരാണ് കേട്ടോ പയറിൻ്റെ. പിന്നെ ലോല, മാലിക, കൈരളി, ശാരിക. എനിക്ക് എന്തൊക്കെയാണ്? ജ്യോതിക, ഭാഗ്യലക്ഷ്മി, ലോല, മാലിക, കൈരളി, ശാരിക. ഇത്രയുമാണ് പയറിൻ്റെ സങ്കരയിനം വിത്തുകൾ. ഇനി നെല്ലിൻ്റെത് വരുന്നത് പവിത്ര, അന്നപൂർണ, ഹ്രസ്വ മുതലായവ. ഇനി തെങ്ങിൻ്റെ സങ്കരയിനം വിത്തുകളാണ് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ, കൊച്ചിൻ ചൈന, കാപ്പാടം, പിന്നെ നമ്മുടെ ടീൻഡുഡി പോലുള്ള സാധനങ്ങളും. ഇനി വെണ്ടയിൽ സൽകീർത്തി, കിരൺ, അർക്ക, അനാമിക, ആനക്കൊമ്പൻ മുതലായവ. ഓക്കെ, വർഗസങ്കരണത്തിലൂടെ ഗുണമേന്മയുള്ള വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ കർഷകരിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇനി കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതാണ് കേരള കാർഷിക സർവകലാശാല, KAU, മണ്ണൂത്തി, തൃശ്ശൂർ. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രമാണ് കേരള കാർഷിക സർവകലാശാല. വിവിധയിനം വിളകൾ, മൃഗങ്ങൾ, പക്ഷികൾ മുതലായവയെക്കുറിച്ചുള്ള ഗവേഷണങ്ങളും വിജ്ഞാന വ്യാപന പരിപാടികളുമാണ് മുഖ്യ പ്രവർത്തനങ്ങൾ. കേരള കാർഷിക സർവകലാശാലയുടെ
പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ സംസ്ഥാനത്തിന് വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നു. ഇനി കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം CTCRI, സ്വീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവർഗ്ഗങ്ങളെക്കുറിച്ചുള്ള പഠനവും അവയുടെ ഉൽപാദനവുമാണ് ഇവിടെ നടക്കുന്നത്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് RRII, കോട്ടയം. അത്യുൽപാദന ശേഷിയുള്ളതും വിവിധ ഭൂവിഭാഗങ്ങൾക്ക് അനുയോജ്യവുമായ റബ്ബർ ഇനങ്ങൾ വികസിപ്പിക്കുന്നു. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI, കാസർഗോഡ്. തെങ്ങ്, കവുങ്ങ്, കൊക്കോ തുടങ്ങിയവയെക്കുറിച്ചുള്ള ഗവേഷണമാണ് ഇവിടെ നടക്കുന്നത്. ഇനി വളക്കൂറുള്ള മണ്ണ്. നല്ല വിളവ് ലഭിക്കാൻ ശരിയായ വളപ്രയോഗം വേണമല്ലോ. എന്തെല്ലാം വളങ്ങളാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ കാണാം. കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം മുതലായവ. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വളങ്ങളാണ് ചാണകം, യൂറിയ, കമ്പോസ്റ്റ് വളം, NPK വളം, എല്ലുപൊടി, കോഴിക്കാഷ്ടം മുതലായവ. ഇനി ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ MS സ്വാമിനാഥനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ഡോക്ടർ MS സ്വാമിനാഥൻ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞനാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തുകൾ വികസിപ്പിക്കുകയും കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുകയും അതുവഴി ഭക്ഷ്യോൽപാദന മേഖലയിൽ കുതിച്ചുചാട്ടം സാധ്യമാക്കുകയും ചെയ്തു. തെക്കുകിഴക്കേഷ്യയിലെ മിക്ക രാജ്യങ്ങളെയും പട്ടിണിയിൽ നിന്ന് കരകയറ്റിയത് അദ്ദേഹത്തിൻ്റെ പരിശ്രമങ്ങളായിരുന്നു. മഗ്സസെ, വേൾഡ് ഫുഡ് പ്രൈസ്, പത്മഭൂഷൺ എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ജൈവവളങ്ങളുടെയും രാസവളങ്ങളുടെയും പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ജൈവവളങ്ങൾ ജൈവ വസ്തുക്കളിൽ നിന്ന് ലഭിക്കുന്നു, കൂടുതൽ അളവിൽ വേണ്ടിവരും, മണ്ണിന് ദോഷകരമല്ല, ഒരു നിശ്ചിത ഘടകം മാത്രമായി നൽകാൻ കഴിയില്ല. ഇനി രാസവളങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് വ്യാവസായികമായി നിർമ്മിക്കുന്നു, കുറഞ്ഞ അളവിൽ മതി, അമിതമായ ഉപയോഗം മണ്ണിൻ്റെ ഘടനയെ നശിപ്പിക്കുന്നു, ആവശ്യമുള്ള ഘടകങ്ങൾ മാത്രമായി നൽകാം. ജൈവവളങ്ങൾക്കും രാസവളങ്ങൾക്കും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടല്ലോ. ജൈവവളം കൂടുതലും രാസവളം കുറവും ഉപയോഗിക്കുന്ന സമ്മിശ്ര വളപ്രയോഗ രീതിയാണ് നമ്മുടെ നാട്ടിലെ കർഷകർ പിന്തുടരുന്നത്. വിളവ് മെച്ചപ്പെടുത്താനായി ജീവാണുവളങ്ങളും കർഷകർ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ജീവാണുവളമെന്ന് നോക്കാം. അതായത് മൈക്രോബിയൽ ഫെർട്ടിലൈസർ. സൂക്ഷ്മജീവികളെ ഉപയോഗപ്പെടുത്തിയുള്ള വളപ്രയോഗ രീതിയാണ് ജീവാണു വളപ്രയോഗം. സ്യൂഡോമോണാസ്, അസോസ്പൈറില്ലം എന്നിവ ജീവാണുവളങ്ങൾക്ക് ഉദാഹരണമാണ്. ഇനി കീടനിയന്ത്രണത്തെ പറ്റി പറയാം. കർഷകർ നേരിടുന്ന വലിയ പ്രശ്നമാണല്ലോ വിളകളെ ബാധിക്കുന്ന കീടങ്ങൾ. എങ്ങനെയാണ് കീടബാധ നിയന്ത്രിക്കുക? താഴെ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങൾ ശ്രദ്ധിക്കും. ഞാൻ നന്നായി രാസകീടനാശിനി തളിക്കും, ഒറ്റ പ്രാണിയുമില്ല. ഞാൻ പുകയില കഷായമാണ് തളിക്കുന്നത്, പ്രാണികൾ കുറേയൊക്കെ പോയി. വിളക്ക് കെണി വെച്ചും പ്രാണികളെ നശിപ്പിക്കാം കേട്ടോ. അപ്പോൾ തവള പറയാണ്, പ്രാണികളെ എനിക്ക് വലിയ ഇഷ്ടമാണ്, എത്ര കിട്ടിയാലും ഞാൻ തിന്നു തീർക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സസ്യങ്ങളെ ബാധിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാൻ പല മാർഗ്ഗങ്ങളുണ്ട്. രാസകീടനാശിനി ഉപയോഗിക്കാം, പുകയില കഷായം ഉപയോഗിക്കാം, വിളക്ക് കെണി വെക്കാം, അതുപോലെ തന്നെ ജൈവ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കാം. ഇനി കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ ഓരോന്നായിട്ട് പറയാണ്. കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ. 1. ജൈവ നിയന്ത്രണം. വട്ടച്ചാഴി അഥവാ ലേഡി ബഗ് എന്ന ഷഡ്പദം ചെടികളിൽ വളരുന്ന പല കീടങ്ങളെയും തിന്നു നശിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മറ്റൊരു മിത്രകീടമാണ് ട്രൈക്കോഗ്രാമ. ഇതുപോലെ തവള, അരണ, ഓന്ത്, വണ്ട് തുടങ്ങിയ ജീവികൾ വിളകളെ ബാധിക്കുന്ന കീടങ്ങളെ തിന്നു നശിപ്പിക്കുന്നു. ഇത്തരം കീടനിയന്ത്രണമാണ് ജൈവ നിയന്ത്രണം. കീടനാശിനികൾ പ്രയോഗിക്കുമ്പോൾ കീടങ്ങളോടൊപ്പം മിത്രകീടങ്ങളും നശിക്കുന്നു. ഇങ്ങനെ യാന്ത്രിക നിയന്ത്രണം. ചിലയിനം പച്ചക്കറികളുടെ കായ്കൾ നശിപ്പിക്കുന്ന ഒരുതരം സ്വർണ്ണ നിറമുള്ള ഈച്ചയെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇവയെ നശിപ്പിക്കാനുള്ള ഒരു സൂത്രം പരിചയപ്പെടാം. ഒരു പിടി തുളസിയില ചതച്ച് ഒരു സ്റ്റീൽ പ്ലേറ്റിൽ വയ്ക്കുക. അല്പനേരം കഴിഞ്ഞ് ഈ പ്ലേറ്റ് നിരീക്ഷിക്കൂ. തുളസിയിലയുടെ മണം മൂലം സ്വർണ്ണ നിറമുള്ള ഈച്ചകൾ പ്ലേറ്റിൽ വരുന്നത് കാണുന്നില്ലേ? ഇവയെ നശിപ്പിക്കുന്നത് വഴി വീട്ടിലെ പച്ചക്കറികളെ സംരക്ഷിക്കുകയും ചെയ്യാം. ഇങ്ങനെ കെണികൾ ഉപയോഗിച്ചോ കൈകൾ കൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. അതായത് കെണികൾ ഉപയോഗിച്ചോ കൈകൊണ്ട് പെറുക്കി മാറ്റിയോ കീടങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയാണ് യാന്ത്രിക നിയന്ത്രണം. ഇതിനായി ഉപയോഗിക്കുന്ന ഒരെണ്ണം കെണിയാണ് ഫെറമോൺ കെണി. ഇത് മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി കീടനാശിനികൾ. കീടനാശിനികൾ 2 തരമുണ്ട്, രാസകീടനാശിനികളും ജൈവ കീടനാശിനികളും. എന്താണ് രാസകീടനാശിനികൾ എന്ന് നോക്കാം. രാസവസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച കീടനാശിനികളാണ് രാസ കീടനാശിനികൾ.
ഇനി ജൈവ കീടനാശിനികൾ എന്താണെന്ന് നോക്കാം. രാസ കീടനാശിനികളെ അപേക്ഷിച്ച് ദോഷം കുറഞ്ഞവയാണ് ജൈവ കീടനാശിനികൾ. പുകയില കഷായം, വേപ്പെണ്ണ ഇമൽഷൻ, വെളുത്തുള്ളി കാന്താരി മിശ്രിതം തുടങ്ങിയവ ജൈവ കീടനാശിനികളാണ്. പല ജൈവ കീടനാശിനികളും ഇന്ന് വിപണിയിൽ ലഭ്യമാണ്. ഇനി പുകയില കഷായം എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. 100 ഗ്രാം പുകയില ചെറു കഷ്ണങ്ങളാക്കി 1.5 ലിറ്റർ വെള്ളത്തിൽ ഒരു ദിവസം കുതിർത്ത് വയ്ക്കുക. ഇത് പിഴിഞ്ഞ് അരിച്ചെടുക്കുക. ഇതിൽ 10 ഗ്രാം ബാർ സോപ്പ് ലയിപ്പിക്കുക. പുകയില കഷായം തയ്യാറായി. ഇതിൽ ഇരട്ടി വെള്ളം ചേർത്ത് നിറപ്പിച്ച് ചെടികൾക്ക് തളിക്കാം. നല്ല വിളവ് ലഭിക്കാൻ കളകളെ നിയന്ത്രിക്കേണ്ടതില്ലേ? കളകളെ എങ്ങനെ നിയന്ത്രിക്കാം? കളനാശിനി പ്രയോഗിക്കൽ, മേയുന്ന മൃഗങ്ങളെ ഉപയോഗിക്കൽ, പ്രാണികൾ, ഫംഗസ് അല്ലെങ്കിൽ ബാക്ടീരിയ പോലുള്ള ജീവികളെ, കളകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കാം ഒക്കെ ചെയ്യാം. ഇനി നിർമ്മിത ബുദ്ധിയും കൃഷിയും. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് കീടങ്ങളെ കണ്ടെത്തി ലേസർ ഉപയോഗിച്ച് നശിപ്പിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ന് ഉപയോഗിച്ചു വരുന്നു. പരിസ്ഥിതിക്ക് ഒട്ടും ഹാനികരമല്ല എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. അനുയോജ്യമായ കാലാവസ്ഥയും കൃഷിയെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ വിളകൾ വേണം കൃഷി ചെയ്യാൻ. നമുക്ക് എവിടെയൊക്കെ കൃഷി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെ അടുക്കളത്തോട്ടം, മട്ടുപ്പാവ്, സ്കൂളിലെ പച്ചക്കറിത്തോട്ടം, സ്കൂളിലെ ജൈവ വൈവിധ്യോദ്യാനം എന്നിവിടങ്ങളിൽ നമുക്ക് കൃഷി ചെയ്യാം. ഇനി മറ്റ് കാർഷിക സംരംഭങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ കൃഷി രീതിക്കുള്ള പേരുകളെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സെറികൾച്ചർ എന്ന് പറഞ്ഞാൽ അത് പട്ടുനൂൽ വളർത്താണ്. ഫ്ലോറികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുഷ്പകൃഷിയാണ്. എപ്പികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തേനീച്ച വളർത്തലാണ്. ക്യൂണികൾച്ചർ എന്ന് പറഞ്ഞാൽ അത് മുയൽ വളർത്തലാണ്. മഷ്റൂം കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് കൂൺ കൃഷിയാണ്. പൗൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ അത് കോഴി കൃഷിയാണ്. ലൈവ് സ്റ്റോക്ക് ഫാമിംഗ് എന്ന് പറഞ്ഞാൽ കന്നുകാലി വളർത്തലാണ്. ഇനി പിസി കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് മത്സ്യ കൃഷിയാണ്. ഒന്ന് ഓർത്ത് വെച്ചോളുക. ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ ഇവിടം വരെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ 10th ഇതിൻ്റെ കുറച്ചുകൂടി ലാബറട്ടറി ആയിട്ടുള്ള പോർഷൻസ് ഉണ്ട്. അത് കുറച്ചുകൂടി വേഗം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടം വരെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഉപയോഗം തന്നെയായിരിക്കും പരീക്ഷയ്ക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.